ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതാ നമ്മളൊരു ഡ്രോയിങ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് പേപ്പറിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഒരു കുഞ്ഞ ക്യാൻവാസ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ വൈറ്റ് കളറിൽ നമുക്ക് ഇതിനൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഈസിയാണ്. ജസ്റ്റ് ഒരു ഡിസൈൻ നമ്മൾ ആദ്യമേ ഒന്ന് വൈറ്റ് കളറിൽ വരച്ചെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം പെൻസിൽ വെച്ച് വരച്ചിട്ട് പിന്നെ ഒന്ന് വൈറ്റ് കൊണ്ട് വരച്ചെടുക്കുകയാണ് കേട്ടോ. ബ്ലാക്ക് ആകുമ്പോൾ നമ്മുടെ ചെയ്യുന്ന വർക്കൊന്ന് എംബോസ് ചെയ്ത് കാണണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുറച്ച് ലീഫും സ്റ്റെമ്മും ഒക്കെ ആയിട്ടാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. നല്ല ഈസിയാണ് ഇത് വരച്ചെടുക്കാനായിട്ട്, ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വൈറ്റ് പേപ്പറിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു വൈറ്റ് പെയിൻറ്റ് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ചെയ്യണ്ട കേട്ടോ. പക്ഷേ ഇത് ബ്ലാക്ക് കളറിലായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കളർ ഒന്ന് എടുത്ത് കാണിക്കാനും ഒരു എംബോസ് എഫക്റ്റും അതുപോലെ എംബോസ് ഇല്ല, എന്താ പറയുക, എടുത്ത് അട്രാക്റ്റീവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വൈറ്റ് കളറിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിസൈൻ ആദ്യം തന്നെ വൈറ്റ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മുടെ പെൻസിൽ വെച്ച് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, വളരെ ഈസിയാണ്. കുട്ടികൾക്ക് പോലും നമുക്ക് പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊരു കുഞ്ഞ് പേപ്പറിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ചെറിയ വർക്കാണ്. വലുത് വേണമെങ്കിൽ വലുതിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞതിൽ ചെയ്തെടുക്കുന്നതിന് ഒരു ഐഡിയയും കൂടിയുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് വെച്ചിട്ട് ഒരു അടിപൊളി വേറൊരു ഐഡിയ വരുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ റെഡ് കളർ പെയിൻറ്റ് ബ്രഷിലെടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് വെക്കുക, വലിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് പെയിൻറ്റ് ബ്രഷ് ഒന്ന് പിടിച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് താഴത്തോട്ട് വലിക്കാം. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു പെറ്റലിൻ്റെയൊക്കെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ജസ്റ്റ് പെയിൻറ്റ് ബ്രഷ് വെക്കുക, എന്നിട്ട് വലിക്കുക അങ്ങനെ കേട്ടോ. ഏറ്റവും താഴത്തോട്ട് റെഡ് വരണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ചെയ്യുമ്പോൾ വന്നാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരുപാട് എക്സ്പേർട്ടൊന്നും അല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇത് വൺ സ്ട്രോക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു മെത്തേഡാണ്. അതിന് കുറച്ചും കൂടി എഫേർട്ട് എടുക്കണം. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് താഴത്തോട്ട് വലിക്കുക, അത്രയേ വേണ്ടൂ കേട്ടോ. വേറെ ഡിസൈനിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതാ ഈ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അത് ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കൊന്ന് ചെയ്തെടുക്കാം. ബ്ലാക്ക് പേപ്പർ ആയതുകൊണ്ട് തന്നെ ആ റെഡ് ഒന്ന് എടുത്ത് കാണിക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇതിൽ ഒന്ന് വൈറ്റ് കളർ ഒന്നുകൂടെ ഒന്ന് കൊടുത്തെടുക്കുകയാണ് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് വൈറ്റ് കൊണ്ടും അതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. സ്ലോലിയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ സ്പീഡിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളൊന്ന് സ്റ്റെമ്മിന് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റെമ്മും ലീഫും അതേപോലെ ഗ്രീൻ കളർ കൊടുക്കുക കേട്ടോ. ഇത് ആദ്യമേ നമുക്ക് സ്റ്റെമ്മും അതുപോലെ തന്നെ ലീഫും ഗ്രീൻ കളർ കൊടുത്തെടുത്തതിന് ശേഷം ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. അതായത് ആ ഒരു സ്റ്റെമ്മൊക്കെ ഫ്ലവറിൻ്റെ താഴെ പോകുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ വൈറ്റ് കൊടുത്തുകൊണ്ട് വൈറ്റ് ഉണങ്ങുന്നതിന് മുന്നേ നമുക്ക് റെഡ് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം കണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലും പറയണേ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ലീഫൊക്കെ ഒന്നും കൂടെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എവിടേക്കാണ് പുറത്തേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കുകയാണ് കേട്ടോ. എല്ലാ ലീഫും വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത ആ മെത്തേഡിൽ തന്നെ ചെയ്ത് ബ്രഷ് പിടിച്ച് വലിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് 2 ലൈൻസും കൊടുക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ തടി കുറവുള്ള ഭാഗത്തോട്ട് നമ്മൾ ബ്രഷ് പിടിക്കണം എന്ന് മാത്രം ലീഫ് ചെയ്യുമ്പോൾ കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തെടുത്ത് ഏകദേശം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടെ റെഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കൊടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു ഫ്ലവറിൻ്റെ താഴെ ഉണ്ടാകുന്ന ഒരു ഗ്രീൻ കളറില്ലേ, അത് കൊടുക്കാനായിട്ട് ഒന്ന് ഗ്രീൻ കളറ് കൊടുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡ് ഉണങ്ങിയതിന് ശേഷം ചെയ്യണതാണ് കേട്ടോ നല്ലത്. ഞാൻ ഇപ്പോൾ റെഡ് ഉണങ്ങാത്തത് കൊണ്ട് ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു റെഡും ഗ്രീനും എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നു കേട്ടോ. അപ്പോൾ അത് വേണ്ട. റെഡ് ഫ്ലവർ ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബ്രഷ് മുകളിലോട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലവറിൻ്റെ താഴെയുള്ള ഒരു ഭാഗങ്ങളുണ്ടല്ലോ അതേപോലെ ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒരു ബഡ് പോലെയാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതും അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ഫ്ലവർ ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ റെഡിനെ ഒന്നും കൂടെ ഒന്ന് റെഡ് കളർ ഒന്ന് കൊടുത്തെടുക്കാം കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം ഈ ഗ്രീൻ കളർ ഞാൻ ഒന്നും കൂടെ കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉണങ്ങി കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇതായി. പിന്നെ റെഡ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു റെഡ് കളർ ഏറ്റവും ടിപ്പ് ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കിട്ടുള്ളൂ. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെയാണ്, പക്ഷേ എൻ്റെ വരെ എത്തിക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ ഹൈലൈറ്റായി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഒന്ന് റീടച്ചൊക്കെ ചെയ്ത് വന്നപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും വരാം.